വെൽക്കം ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് 3 വാർഫെയർ. ഇതിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് 3 വാർഫെയറിൻ്റെ ഒന്നാമത്തെ യുദ്ധമുറയായ സൈക്കോളജിക്കൽ വാർഫെയറിനെ കുറിച്ചാണ്. മനഃശാസ്ത്രപരമായ യുദ്ധമുറ അഥവാ സൈക്കോളജിക്കൽ വാർഫെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപബോധ മനസ്സിൽ ഭയം വളർത്തി എതിരാളിയെ തളർത്തുക എന്നതാണ്. എതിരാളിയുടെ മനസ്സിൽ ഭയം വളർത്തി അവനെ ഭയവിഹ്വലനാക്കാൻ ഭയാസ്ത്രം അർജുനൻ പ്രയോഗിച്ചിരുന്നതായി മഹാഭാരത യുദ്ധത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഭയാസ്ത്രം പോലെ വർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധതന്ത്രമാണ് സൈക്കോളജിക്കൽ വാർഫെയർ. യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള ഏകാഗ്രതയും സമചിത്തതയും നഷ്ടപ്പെടുത്തി ശത്രുവിൻ്റെ ആക്രമണത്തെ ദുർബലമാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രവർത്തന തത്വം. അപകർഷതാബോധം, ഭയം, അപവാദ പ്രചരണം മുതലായ ഏതെങ്കിലും തന്ത്രം ഉപയോഗിച്ച് ശത്രുവിൻ്റെ യുദ്ധം ചെയ്യാനുള്ള സമചിത്തത തകർക്കുക. കുന്തങ്ങളിൽ നിന്ന് യുദ്ധത്തിൻ്റെ കാലഘട്ടം ആറ്റം ബോംബുകളിലേക്കും ഹൈഡ്രജൻ ബോംബുകളിലേക്കും വളർന്നു കഴിഞ്ഞെങ്കിലും ഏതൊരു പോരാളിയുടെയും ധൈര്യം അവൻ്റെ ആത്മവിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അവൻ്റെ ധൈര്യം തകർക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ നിഷ്പ്രയാസം അവനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന സിമ്പിൾ ലോജിക് ഉപയോഗിക്കുക. ഇതാണ് സൈക്കോളജിക്കൽ വാർഫെയറിൻ്റെ പ്രവർത്തന തത്വം. ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധതന്ത്രങ്ങളിൽ ഒന്നാണ് സൈക്കോളജിക്കൽ വാർഫെയർ. പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഇതിൻ്റെ പ്രയോജനം മനസ്സിലാവില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ചില രാഷ്ട്രീയ പ്രവർത്തകർ സംസാരിക്കുന്ന രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാർട്ടിയെ ചതിച്ചാൽ പാർട്ടി വെറുതെ വിടില്ല. പാർട്ടി പറഞ്ഞു, ഞങ്ങൾ ചെയ്തു. ഇത് പാർട്ടി തീരുമാനമാണ്. ഇങ്ങനെയാണ് ഇവർ സ്വയം അഭിസംബോധന ചെയ്യുക. ഒരിക്കലും ഞങ്ങൾ പ്രതികാരം ചെയ്യും, ഞങ്ങൾ കൊല്ലും, ഞങ്ങൾ തിരിച്ചടിക്കും, ഇങ്ങനെ ഇവർ പറയില്ല. അവരങ്ങനെ പറയാനും കാരണമുണ്ട്. തങ്ങൾ കൊല്ലും, തങ്ങൾ തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നതിന് പകരം പാർട്ടി കൊല്ലും, പാർട്ടി തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നത് അവൻ്റെ മനസ്സിൽ സൃഷ്ടിക്കുന്ന വേലിയേറ്റങ്ങൾ വേറെ രീതിയിലായിരിക്കും. ശത്രുവിനെ കാണാനോ പ്രതിരോധിക്കാനോ കഴിയാതിരുന്നാൽ പ്രത്യാക്രമണം എളുപ്പമാവില്ലെന്നൊരു അബോധ മനഃശാസ്ത്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പാർട്ടി ചെയ്യും, പാർട്ടി തീരുമാനമാണ്, പാർട്ടി നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ പാർട്ടി എന്ന് പറയുന്നത് അജ്ഞാതമായ ആഴമോ ബാഹുല്യമോ പ്രഹരശേഷിയോ മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒരു കോട്ട പോലെയാണ് കേൾക്കുന്നവൻ്റെ മനസ്സിൽ പതിയുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പാർട്ടിയോ സംഘടനയോ ആയി നിങ്ങൾ എപ്പോഴെങ്കിലും തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ടോ? അത്തരക്കാർ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് പുറകിലോട്ട് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരുപക്ഷെ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത് പാർട്ടിയിലെ ഏതെങ്കിലും സ്ഥാനം വഹിക്കുന്ന വ്യക്തിയോടായിരിക്കും, ഒരുപക്ഷെ ജില്ലാ ചുമതലയുള്ള ഒരാൾ. പക്ഷേ ആ തർക്കത്തിൻ്റെ അവസാനം നിങ്ങൾ എതിർക്കുന്നത് പാർട്ടിയുടെ ആ സ്ഥാനം വഹിക്കുന്ന ആളെ ആയിരിക്കില്ല, പാർട്ടിയായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ആ പ്രശ്നം ഹൈലൈറ്റ് ചെയ്യപ്പെടുക, അതങ്ങനെയായിരിക്കും ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടുക. അതോടുകൂടി നിങ്ങൾ പാർട്ടി വിരുദ്ധനാവും. തനിക്ക് കാണാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത എല്ലാത്തിനെയും മനുഷ്യൻ ഭയപ്പെടുമെന്നുള്ളത് ഒരു നഗ്നസത്യമാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ, പല ഗോത്രങ്ങളിൽ, പല സംസ്കാരങ്ങളിൽ ജീവിച്ചിരുന്നവർ പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു. കാരണം അവയുടെ ഗുണഫലങ്ങൾ, അവയുടെ തീക്ഷ്ണമായ പ്രഹരശേഷി അവർ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതെന്തുകൊണ്ടാണെന്നുള്ള ശാസ്ത്രീയ ബോധം അന്നവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പ്രകൃതി ശക്തികളെ ഭയപ്പെട്ടു, ആരാധിച്ചു തുടങ്ങി. സൂര്യാരാധന ലോകത്തിലുള്ള ഏതൊരു ഗോത്രത്തിലും സർവ്വസാധാരണമായതിൻ്റെ പിറകിലെ ശാസ്ത്രവും മറ്റൊന്നുമല്ല. ഇത്തരത്തിലുള്ളൊരു ഭയം ഒരു പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ എതിരാളിയുടെ, ഒരു വിമതൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ പാർട്ടി അവിടെ നേടുന്നത് വളരെ വലിയൊരു വിധേയത്വമാണ്. നേതാക്കന്മാരെ ചോദ്യം ചെയ്യാത്ത, ഉപജാപക സംഘത്തിൻ്റെ അപ്രീതിക്ക് പാത്രമാവാത്ത, അനുസരണയുള്ള അടിമകളാകാൻ വേണ്ട വിധേയത്വം അണികളിൽ സൃഷ്ടിച്ചെടുക്കുന്നത് ഇപ്രകാരമാണ്. ശത്രു എത്രത്തോളം മൃദുലഹൃദയനാണോ അത്രത്തോളം ഈ ആയുധത്തിൻ്റെ പ്രഹരശേഷിയും വർദ്ധിക്കും. പ്രശസ്ത ഫ്രഞ്ച് തത്വചിന്തകനായ ജാക്യൂസ് എല്ലാൽ തൻ്റെ പ്രൊപ്പഗാൻഡ ദ ഫോർമേഷൻ ഓഫ് മെൻസ് ആറ്റിറ്റ്യൂഡ് എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ ഈ ആയുധത്തെക്കുറിച്ച്, അതായത് സൈക്കോളജിക്കൽ വാർഫെയറിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരർത്ഥത്തിൽ സാമൂഹികമായൊരു വീക്ഷണകോണിൽ ഈ ആയുധത്തെ അല്ലെങ്കിൽ ഈ യുദ്ധമുറയെക്കുറിച്ച് പഠിച്ച് അപഗ്രഥിച്ച് എഴുതിയ ആദ്യത്തെ ഗ്രന്ഥമാണ് ഇതെന്ന് പറയാം. വിധേയനാക്കപ്പെടുന്ന വ്യക്തിയുടെയോ മതത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ സാമൂഹികവും സാംസ്കാരികവുമായ പഠനം നടത്തി, അപഗ്രഥനം നടത്തി, അവരുടെ ദൗർബല്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കിറുകൃത്യമായി അവിടെ മാത്രം പ്രഹരമേൽപ്പിക്കുക. അതാണ് ഈ യുദ്ധതന്ത്രത്തിൻ്റെ പ്രധാന മോഡസ് ഓപ്പറാൻഡി. ബ്രാഹ്മണരെ കൊണ്ട് മാംസം ഭക്ഷിപ്പിക്കുക, അവരുടെ പൂണൂൽ പൊട്ടിച്ചെറിയുക, പെൺകുട്ടികളെയും സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുക. അതിനുശേഷം ഞാൻ കളങ്കപ്പെട്ടു,
എനിക്കിനി എൻ്റെ മതത്തിലേക്കോ എൻ്റെ ഗോത്രത്തിലേക്കോ എൻ്റെ വീട്ടിലേക്കോ ഒരു തിരിച്ചുപോക്കില്ല. ഇപ്രകാരത്തിലൊരു ചിന്ത അവരുടെ മനസ്സിൽ വേരൂട്ടി വളർത്തുക. തനിക്കിനി തൻ്റെ സമൂഹത്തിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല എന്നൊരു മിഥ്യാബോധം അവരിൽ സൃഷ്ടിച്ച് അവരെ മതം മാറ്റുക. സ്വന്തം ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിരവധി ഗോത്രക്കാരും മതസ്ഥരും ഇപ്പോഴും ലോകത്തെമ്പാടും അവലംബിക്കുന്നൊരു സൈക്കോളജിക്കൽ യുദ്ധരീതിയാണ് ഞാനീ പറഞ്ഞത്. നമ്മുടെ ഭാരതത്തിലുമുണ്ട് അസംഖ്യം ഉദാഹരണങ്ങൾ. പക്ഷേ ഇവയെല്ലാം തന്നെ വെൽ ഡീറ്റെയിൽഡായി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വളരെ വലിയൊരു ആസൂത്രണം പുറകിലുള്ള ഒരു യുദ്ധരീതിയുടെ ഭാഗമാണെന്ന് നമ്മളിൽ എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം സൈക്കോളജിക്കൽ വാർഫെയറിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. സൈക്കോളജിക്കൽ വാർഫെയർ എന്ന ഈ യുദ്ധരീതി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ഇതിന് ഉദാഹരണങ്ങളുണ്ട്. BC 525 നടന്ന പെലൂസിയം യുദ്ധം ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. BC 525 പുരാതന ഈജിപ്ഷ്യൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും തമ്മിലുള്ള പെലൂസിയം യുദ്ധം നടക്കുന്നത്. ഈജിപ്ഷ്യൻസ് പൂച്ചയെ വിശുദ്ധ മൃഗമായി കണ്ട് ആരാധിച്ചിരുന്നു. കാരണം അവരുടെ ദേവിയായ ബാസ്റ്റ് അഥവാ ബാസ്റ്റേറ്റ്, ആ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജീവിയായിരുന്നു പൂച്ച. മമ്മി അടക്കമുള്ള സിനിമകളിൽ പൂച്ചയ്ക്ക് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥാനമുണ്ട്. അതിന് പിറകിലെ പുരാണം സത്യത്തിൽ ഇതാണ്. ഇക്കാര്യം നല്ലപോലെ അറിയാവുന്ന ഒരാളായിരുന്നു പേർഷ്യൻ രാജാവായ കാംബിസസ്. അദ്ദേഹം യുദ്ധത്തിന് മുൻപ് 100 കണക്കിന് പൂച്ചകളെ ഈജിപ്ഷ്യൻസിന് നേരെ അഴിച്ചുവിട്ടു. തങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ പൂച്ചകൾക്ക് പരിക്കേൽക്കുമെന്ന് ഭയന്ന് ഈജിപ്ഷ്യൻസ് ആദ്യം അറച്ചു നിൽക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വീട്ടിൽ ഒരു അഗ്നിബാധയുണ്ടായാൽ ആ വീട്ടിലെ പൂച്ചകളെയാണ് കുഞ്ഞുങ്ങൾക്ക് മുമ്പ് ഈജിപ്ഷ്യൻ ജനത പുറത്തെത്തിച്ച് രക്ഷിക്കുക. അപ്രകാരമുള്ള ഒരു ജനതയ്ക്ക് നേരെ 100 കണക്കിന് പൂച്ചകളെ അഴിച്ചുവിട്ടാൽ അവർ ആക്രമിക്കുമോ? ഇല്ല. പക്ഷേ മിടുക്കന്മാരായ ചില ഈജിപ്ഷ്യൻ സൈനികർ പൂച്ചകൾക്ക് മുകളിലൂടെ ചാടി വീണ് യുദ്ധം ആരംഭിച്ചു. വെട്ടാൻ വാളോങ്ങിയപ്പോഴാണ് അവർ അടുത്ത കാഴ്ച കണ്ടത്. ഇങ്ങനെ ഒരു പ്രത്യാക്രമണം അല്ലെങ്കിൽ ഇങ്ങനെ അവർ തിരിച്ച് കൗണ്ടർ ചെയ്യുമെന്ന് മുൻകൂട്ടി കണക്കുകൂട്ടിയിരുന്ന കാംബിസസ് സകല പേർഷ്യൻ പട്ടാളക്കാരുടെ പരിചയിലും ബാസ്റ്റേറ്റിൻ്റെ പൂർണ്ണരൂപം കൊത്തിവെച്ചിരുന്നു. വാൾ ഓങ്ങിയ ഈജിപ്ഷ്യൻ ജനത തങ്ങളുടെ ദേവിയുടെ ചിത്രം കണ്ട് അറച്ചു നിന്നു. താമസം വിന അവരുടെ തലകൾ മണ്ണിൽ വീണുരുണ്ടു. സൈക്കോളജിക്കൽ വാർഫെയറിന് വിധേയരായ 100 കണക്കിന് ഈജിപ്ഷ്യൻ സൈനികരുടെ അസ്ഥികളും തലയോട്ടികളും നൂറ്റാണ്ടുകളോളം നൈൽ നദിയിലെ മണലിൽ പുതഞ്ഞു കിടന്നിരുന്നുവെന്ന് ഹെറോഡോട്ടസ് എഴുതിയിട്ടുണ്ട്. സൈക്കോളജിക്കൽ വാർഫെയറിൻ്റെ ഉദാഹരണം മധ്യകാല ഭാരതത്തിൻ്റെ ചരിത്രത്തിലുമുണ്ട്. ആനയുടെ ഏറ്റുമുട്ടി വലിയ പരിചയമില്ലാത്ത ഗ്രീക്ക് സൈന്യം മഗധയിലെ സൈന്യത്തിലെ യുദ്ധഗജങ്ങൾ കൊലവിളിച്ചുകൊണ്ടടുത്തപ്പോൾ ജീവനും കൊണ്ട് ഓടിയ കഥയും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനഃശാസ്ത്രപരമായ യുദ്ധമെന്ന് വികലമായി തർജ്ജമ ചെയ്യാവുന്ന സൈക്കോളജിക്കൽ വാർഫെയറിൻ്റെ ആധുനിക പ്രയോക്താക്കളുടെ ചരിത്രം ആരംഭിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധം തൊട്ടാണ്. കൃത്യമായി പറഞ്ഞാൽ ജർമ്മനിയും ബ്രിട്ടനും, ഈ 2 രാജ്യങ്ങളായിരുന്നു സൈക്കോളജിക്കൽ വാർഫെയറിൻ്റെ അനന്തമായ സാധ്യതകൾ യൂറോപ്പിൽ മനസ്സിലാക്കിയത്. ഗവേഷണം, പഠനം മുതലായ വിവിധ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയുള്ള പഠന സൊസൈറ്റികൾ, ലക്ഷക്കണക്കിന് വരിക്കാരുള്ള നിരവധി പത്രങ്ങൾ എന്നിങ്ങനെ അഭ്യസ്തവിദ്യരായ വിദ്യാപുരോഗതി നേടിയ വലിയൊരു കൂട്ടം തന്നെയുണ്ടായിരുന്നു യൂറോപ്പിൽ. ഇവർക്കിടയിൽ പ്രൊപ്പഗാൻഡ ഒരു ആയുധമാക്കി ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന പ്രഹരശേഷിയെക്കുറിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കിയ 2 രാജ്യങ്ങളായിരുന്നു ബ്രിട്ടനും ജർമ്മനിയും. ഈ 2 രാജ്യങ്ങളിൽ ജർമ്മനിക്കില്ലാത്ത ചില മേന്മകൾ, ചില മുൻതൂക്കങ്ങൾ ബ്രിട്ടനുണ്ടായിരുന്നു. ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും പരന്നു കിടക്കുന്ന കോളനികൾ, ഈ കോളനികളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കേബിൾ ശൃംഖലകൾ, ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ലഭിക്കുന്ന ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലെ നിയന്ത്രണം എന്നിവയായിരുന്നു ബ്രിട്ടൻ്റെ ആ വ്യക്തമായ മുൻതൂക്കങ്ങൾ. ഇവ വ്യക്തമായി ഉപയോഗിക്കാൻ തന്നെ ബ്രിട്ടൻ തീരുമാനിച്ചു. 1914 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഡേവിഡ് ലോയിഡ് ജോർജ് ചാൾസ് മാസ്റ്റർമാൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ നേതൃത്വത്തിൽ വെല്ലിംഗ്ടണിൽ പ്രൊപ്പഗാൻഡ ഏജൻസി ആരംഭിച്ചു. സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ തൽപരനായ ചാൾസ് മാസ്റ്റർമാൻ്റെ വാക്കുകൾക്ക് ബ്രിട്ടീഷ് ജനസമൂഹത്തിൽ വളരെ വ്യക്തമായ സ്വാധീനമുണ്ടായിരുന്നു. ഈ സ്വാധീനം തന്നെയായിരുന്നു പ്രൊപ്പഗാൻഡ ഏജൻസിയുടെ ക്രെഡിബിലിറ്റിയായി ബ്രിട്ടീഷ് ഗവൺമെൻറ് കണ്ടത്. ചാൾസ് മാസ്റ്റർമാനിലൂടെ മുന്നോട്ട് വയ്ക്കപ്പെടുന്ന ആശയങ്ങൾക്കും പുരോഗതിയുടെ പദ്ധതികൾക്കും രാഷ്ട്രീയ നയങ്ങൾക്കും ബ്രിട്ടീഷ് ജനസമൂഹം വളരെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അങ്ങനെ വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി 20-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ പ്രൊപ്പഗാൻഡ ഏജൻസി ആരംഭിച്ചു. അപ്രകാരം ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ സർഗശേഷി എന്നൊരു കുഴലിലൂടെ മനുഷ്യൻ്റെ തലച്ചോറിലേക്ക് ബ്രിട്ടൻ്റെ താൽപ്പര്യങ്ങൾ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ, ബ്രിട്ടീഷ് രാജ്ഞിയുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ കുത്തിവെക്കാനുള്ള എഴുത്തുകാരുടെ സംഘം രൂപപ്പെട്ടു. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ
സാഹിത്യത്തിലൂടെ ജനങ്ങളുടെ മനസ്സിൽ കുത്തിവെക്കാൻ നിയോഗിക്കപ്പെട്ട സാഹിത്യകാരന്മാർ ചില്ലറക്കാരായിരുന്നില്ല. തോമസ് ഹാർഡി, വില്യം ആർച്ചർ, ഫോർഡ് എം ഫോർഡ്, ഹാൾ കെയ്ൻ മുതലായ തുടക്കക്കാർ മുതൽ GK ചെസ്റ്റർട്ടനെ പോലെയുള്ള അനശ്വര പ്രതിഭകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. എന്തിനധികം ദ ഇൻവിസിബിൾ മാൻ, ദ ടൈം മെഷീൻ മുതലായ സയൻസ് ഫിക്ഷൻ്റെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന H.G. വെൽസ് മുതൽ അനശ്വരമായ നമ്മളെല്ലാവരും ചെറുപ്പകാലത്ത് ഒരുപാട് കേട്ടിട്ടുള്ള ജംഗിൾ ബുക്കിൻ്റെ സൃഷ്ടാവ് സാക്ഷാൽ റഡ്യാർഡ് കിപ്ലിംഗ്, ലോകത്ത് ഇന്നും അപസർപ്പക കഥകളുടെ തമ്പുരാനായി വിളങ്ങുന്ന സാക്ഷാൽ ഷെർലക് ഹോംസിനെ സൃഷ്ടിച്ച സർ ആർതർ കോനൻ ഡോയൽ വരെ ബ്രിട്ടീഷ് പ്രൊപ്പഗാൻഡ ബ്യൂറോ എന്നറിയപ്പെട്ട വെല്ലിംഗ്ടൺ ഹൗസിലെ കൂലിയെഴുത്തുകാരായിരുന്നു. അങ്ങനെ ഇന്നത്തെ പോലെ സിനിമയോ മൊബൈലോ ഇല്ലാത്ത, വിനോദമായാലും വിജ്ഞാനമായാലും കടലാസുകളിൽ മാത്രം അധിഷ്ഠിതമായിരുന്ന ആ കാലഘട്ടത്തിലെ പ്രശസ്തരായ എഴുത്തുകാർ മുഴുവൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്താൽ വിലക്കെടുക്കപ്പെട്ടു. ബ്രിട്ടനിലെ ആയാലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ആയാലും ജനങ്ങൾ ഏറ്റവും അധികം നെഞ്ചിലേറ്റിയിരുന്ന എഴുത്തുകാർ മുഴുവൻ ബ്രിട്ടീഷ് രാജ്ഞിയുടെ സമർത്ഥമായ സ്വാർത്ഥ താല്പര്യങ്ങൾ വെള്ളപൂശാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടു. തങ്ങളുടെ വിലക്കെടുക്കപ്പെട്ട തൂലികകളിലൂടെ അവർ യുദ്ധത്തിനെ അനുകൂലിച്ചുകൊണ്ട് എഴുതിക്കൂട്ടിയത് 1160 ലേഖനങ്ങളാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ ലേഖനങ്ങളെല്ലാം തന്നെ യുദ്ധം നടക്കുന്ന നാനാ കോളനികളിലും പ്രത്യേകിച്ച് നിഷ്പക്ഷ രാജ്യങ്ങളിലും ബ്രിട്ടീഷ് സർക്കാർ, ഗവൺമെൻറ് ഏജൻസികളും ചാരന്മാരും മറ്റ് വിതരണ സമ്പ്രദായങ്ങളും വഴി വിതരണം ചെയ്തു. എണ്ണമറ്റ ബ്രിട്ടീഷ് കോളനികളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള റേഡിയോ നെറ്റ്വർക്കുകൾ ബ്രിട്ടൻ്റെ പ്രൊപ്പഗാൻഡ യുദ്ധത്തിന് വളരെയധികം സഹായകമായി. ലോകത്തെ മുഖ്യധാര മാധ്യമങ്ങളിൽ തങ്ങൾക്കുണ്ടായിരുന്ന നിയന്ത്രണം മുഴുവൻ യുദ്ധത്തിനെ ന്യായീകരിക്കാനും സാധൂകരിക്കാനും വേണ്ടി ബ്രിട്ടീഷ് സാമ്രാജ്യം ഉപയോഗിച്ചു. ഏറ്റവും അധികം ഇത് വിതരണം ചെയ്യപ്പെട്ടതും അതിൻ്റെ ഫലം കൃത്യമായും പ്രകടമായതും നിഷ്പക്ഷ രാജ്യങ്ങളിലായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധം, അതായത് ദ ഗ്രേറ്റ് വാർ. ശ്രദ്ധിക്കണം, രണ്ടാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാകുന്നതുവരെ ഒന്നാം ലോകമഹായുദ്ധത്തിനെ ദ ഗ്രേറ്റ് വാർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ദ ഗ്രേറ്റ് വാർ എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണെന്ന് എല്ലാ നിഷ്പക്ഷരായ ജനങ്ങളും സ്വാഭാവികമായും ചിന്തിച്ചു തുടങ്ങി. ഒന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നതിന് ഏതാണ്ട് ഒരു വർഷം മുമ്പ് ജർമ്മനി ബെൽജിയം ആക്രമിച്ചിരുന്നു. ബെൽജിയത്തിൽ ജർമ്മൻ സൈനികർ നടത്തിയ അക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടന് ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു. യുദ്ധക്കെടുതികൾ നിമിത്തം ബെൽജിയത്തിൽ നിന്നും പലായനം ചെയ്ത 100,000-ഓളം ബെൽജിയം പൗരന്മാർ ബ്രിട്ടനിൽ അഭയം തേടിയിരുന്നു. സ്വാഭാവികമായും ബ്രിട്ടനിൽ അഭയം തേടി വന്ന ആ അഭയാർത്ഥികളിൽ നിന്നും അന്വേഷണം ആരംഭിക്കാനായിരുന്നു, അവരുടെ മൊഴിയെടുക്കാനായിരുന്നു ബ്രിട്ടൻ്റെ ആദ്യ നടപടി. യുദ്ധക്കെടുതികളുടെ ഇരകളുടെ നേർസാക്ഷ്യങ്ങൾ എന്ന നിലയ്ക്ക് ബ്രിട്ടൻ്റെ ആ തീരുമാനം സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ ബ്രിട്ടൻ ആ അവസരം ഉപയോഗിക്കുകയായിരുന്നു. അന്വേഷണ ചുമതല വഹിച്ചിരുന്ന ഔട്ട്റേജസ് എൻക്വയറി കമ്മിറ്റി എന്ന ആ കമ്മിറ്റി നയിച്ചിരുന്നത് ജെയിംസ് ബ്രൈസ് എന്ന ചരിത്രകാരനായിരുന്നു. ആ അന്വേഷണത്തിൻ്റെ അന്തിമ റിപ്പോർട്ട് ബ്രിട്ടീഷ് പ്രൊപ്പഗാൻഡ ഏജൻസി മാറ്റിമറിച്ചു. അങ്ങനെ അന്വേഷണ കമ്മിറ്റിക്ക് വലിയ പങ്കൊന്നുമില്ലാത്ത ആ അന്വേഷണ റിപ്പോർട്ട് 1915 മെയ് 12 ബ്രിട്ടീഷ് പ്രൊപ്പഗാൻഡ ഏജൻസിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടൻ പരമാവധി വളച്ചൊടിച്ച് പ്രസിദ്ധീകരിച്ചു. എത്രത്തോളം ലോകത്തിന് മുന്നിൽ ജർമ്മനിയെ അപഹാസ്യരാക്കാൻ സാധിക്കുമോ അത്രത്തോളം നാണം കെടുത്തി തന്നെയായിരുന്നു ആ റിപ്പോർട്ടിൻ്റെ പരാമർശങ്ങൾ മുഴുവൻ. അന്ന് പ്രസിദ്ധീകരിച്ച ആ റിപ്പോർട്ടിൽ വെള്ളം ചേർക്കുക എന്നത് 20-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടൻ ചെയ്ത ഏറ്റവും മികച്ച യുദ്ധതന്ത്രമായിരുന്നു. ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ജർമ്മനിക്കെതിരെ തിരിഞ്ഞു. ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ റേഡിയോ നിലയങ്ങളിലും ബ്രിട്ടന് വ്യക്തമായ മേൽക്കൈ ഉണ്ടായിരുന്നു. കാരണം അന്നത്തെ റേഡിയോ നെറ്റ്വർക്കുകൾ, വിശിഷ്യ കടലിനടിയിലൂടെ പോകുന്ന കേബിൾ ശൃംഖലകളുടെ സിംഹഭാഗത്തിൻ്റെയും ഉടമസ്ഥർ ബ്രിട്ടീഷുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ റേഡിയോ സംപ്രേഷണത്തിൽ ബ്രിട്ടന് വ്യക്തമായ മേൽക്കൈയും ഉണ്ടായിരുന്നു. 1915 എന്ന ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച അതേ വർഷം തന്നെ യൂറോപ്പിലെ പ്രധാനപ്പെട്ട എല്ലാ ഭാഷകളിലേക്കും അത് തർജ്ജമ ചെയ്ത് വിതരണം ചെയ്യപ്പെട്ടു. ലോക ജനതയ്ക്ക് മുന്നിൽ ജർമ്മനി ദയനീയമായി നാണം കെട്ടു. റേഡിയോ പ്രക്ഷേപണത്തിൽ മാത്രമല്ല, ലോകത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും ആനുകാലികങ്ങളിലും ബ്രിട്ടന് വ്യക്തമായ മേൽക്കൈ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്രകാരം ആ റിപ്പോർട്ട് എല്ലാ പ്രമുഖ പത്രങ്ങളിലും ഓരോരോ ഭൂഖണ്ഡങ്ങളിലും വിതരണം ചെയ്യപ്പെട്ടു. പത്രങ്ങളിലും ലഘുലേഖകളിലും പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ റിപ്പോർട്ടിനോടൊപ്പം കടുത്ത ജർമ്മൻ വിരുദ്ധനായ ലൂയിസ് റേമേക്കർ എന്ന വിഖ്യാതനായ ഒരു ഡച്ച് കാർട്ടൂണിസ്റ്റ് വരച്ച ദയനീയമായ കരളരിയിപ്പിക്കുന്ന കാർട്ടൂൺ ചിത്രങ്ങൾ ലോകത്തിനു മുന്നിൽ ജർമ്മനിക്ക് നികൃഷ്ടമായൊരു പരിവേഷമാണ് നൽകിയത്. ഇതിൻ്റെ അനന്തരഫലമായി ലോകത്തിലെ പ്രധാന മാധ്യമങ്ങളെല്ലാം, വിശേഷിച്ച് യൂറോപ്പിലെ പത്രമാധ്യമങ്ങളെല്ലാം ജർമ്മനിക്ക് നേരെ തിരിഞ്ഞു. ഇനിയാണ് സൈക്കോളജിക്കൽ വാർഫെയറിൻ്റെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത്. ജർമ്മൻ സൈനികരുടെ മനോവീര്യം തകർക്കാൻ ഇത്തരം റിപ്പോർട്ടുകളും ലേഖനങ്ങളും കാർട്ടൂണുകളും ലഘുലേഖകളും വിമാനങ്ങൾ ഉപയോഗിച്ച് വാരി വിതറി.
ബെൽജിയം ആക്രമണം മൂലം നാണം കെട്ടി നിൽക്കുന്ന ജർമ്മൻ സൈനികരോട് കീഴടങ്ങാനുള്ള ആഹ്വാനങ്ങളായിരുന്നു അവയിൽ മിക്കതും. പോരാട്ടം അവസാനിക്കാറായെന്ന് സൂചിപ്പിക്കുന്ന ലഘുലേഖകളോടൊപ്പം ജർമ്മൻ സൈനികരുടെ പതനം ആസന്നമായെന്ന് സൂചിപ്പിക്കുന്ന ലേഖനങ്ങളും അവയിലുണ്ടായിരുന്നു. പ്രശസ്തരായ പ്രതിരോധ വിദഗ്ധന്മാരും സാഹിത്യകാരന്മാരും ജർമ്മനിയുടെ പതനം ആസന്നമായെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതി. ബ്രിട്ടന്റെ ആസുരമായ പ്രഹരശക്തിയെ പ്രകീർത്തിക്കുന്ന, അതേസമയം ജർമ്മനിയുടെ പതനം ആസന്നമായെന്ന് സൂചിപ്പിക്കുന്ന പ്രശസ്തരായ സാഹിത്യകാരന്മാരുടെയും അവസരങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന പ്രതിരോധ വിദഗ്ധരുടെയും ലേഖനങ്ങൾ കൊണ്ട് ജർമ്മനി നിറഞ്ഞു. ഇവയെല്ലാം മാനസികമായി ജർമ്മൻ സൈനികരെ ഒരുപാട് തളർത്തി. പിടിക്കപ്പെടുന്ന ജർമ്മൻ തടവുകാർക്ക് മേലെ ബ്രിട്ടൻ പ്രയോഗിക്കുന്ന ക്രൂരമായ പീഡനമുറകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ചിത്രങ്ങളും ആ ലഘുലേഖകളിൽ ഉണ്ടായിരുന്നു. ജർമ്മൻ സൈനികരിൽ പലരും വീട് വിട്ട് മാസങ്ങളും വർഷങ്ങളുമായിരുന്നു. ഇവയെല്ലാം മാനസികമായി അവരെ ഒരുപാട് ബാധിച്ചു. പിടിക്കപ്പെട്ടാൽ താൻ നേരിടേണ്ടി വരുന്ന കൊടിയ പീഡനങ്ങളെക്കുറിച്ചും ക്രൂരമായ കിരാതമായ മർദ്ദനമുറകളെക്കുറിച്ചും ഓർത്ത് ഓരോ ജർമ്മൻ സൈനികനും ഞെട്ടിയുറച്ചു. ഇവയെല്ലാം തൻ്റെ സൈനികരുടെ മനോവീര്യം കെടുത്തുന്നുവെന്ന് മനസ്സിലാക്കിയ ജർമ്മൻ രാജാവായ വില്യം കൈസർ വിമാനങ്ങൾ വെടിവെച്ചിടാൻ ജർമ്മൻ സേനയ്ക്ക് നിർദ്ദേശം നൽകി. നിരവധി വിമാനങ്ങൾ അങ്ങനെ നഷ്ടപ്പെട്ടപ്പോൾ ബ്രിട്ടൻ ചിലവ് കുറഞ്ഞ മറ്റൊരു മാർഗം കണ്ടെത്തി. ചൂടുവായുവും ഹൈഡ്രജനും നിറച്ച ബലൂണുകളിൽ ലഘുലേഖകൾ ജർമ്മനിയിലേക്ക് പറത്തിവിടുക. ബ്രിട്ടന്റെ ആ പോരാട്ടം വെറുതെ ആയില്ല. ബെൽജിയം ആക്രമണം മൂലം നാണം കെട്ടി നിൽക്കുന്ന ജർമ്മൻ സൈനികർക്ക് ഇത്തരത്തിലുള്ള മെന്റൽ ടോർച്ചർ തീരെ താങ്ങാൻ സാധിച്ചില്ല. ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം ആയിരക്കണക്കിന് ജർമ്മൻ സൈനികരാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ മാത്രം ആത്മഹത്യ ചെയ്തത്. കണക്കുകൾ വിശ്വാസയോഗ്യമാണ്, തെറ്റാൻ വഴിയില്ല. കാരണം ബ്രിട്ടീഷ് മിലിറ്ററി ഇന്റലിജൻസ് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ മാത്രം വിതരണം ചെയ്തത് 2,60,00,000 ലഘുലേഖകളാണ്. ഇന്ത്യ പോലുള്ള നിഷ്പക്ഷ രാജ്യങ്ങളെ അടക്കം അടിമുടി വിഴുങ്ങുന്ന പബ്ലിക് ഒപ്പീനിയൻ വാർഫെയർ അഥവാ മീഡിയ വാർഫെയർ എന്ന ചൈനയുടെ ഏറ്റവും പ്രധാനമായ രണ്ടാമത്തെ യുദ്ധമുറയെക്കുറിച്ചുള്ള വിവരണങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.